ആദിമ മനുഷ്യരുടെ കാടുകൾക്കുള്ളിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നത് നേരിട്ട് അനുഭവിച്ചറിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെന്തവായി കാടുകളിൽ നമ്മൾ. ഇന്ന് ഇവിടെ നിന്നും ആധുനിക ലോകത്തേക്കുള്ള മടക്കയാത്രയുടെ ദിവസമാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ ഇവിടെ വേർപിരിയുകയാണ്. ഇനി ഇവരെയൊക്കെ കാണാൻ ജീവിതത്തിൽ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്നോട് പറഞ്ഞത് ഇന്ന് പോണ്ട, ഇവിടെ നിൽക്കാനാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. ഭയങ്കര കമ്പനിയായി, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഈ മെന്തവായിലെ ആളുകളുടെ കൂടെയുള്ള ഈ ഒരു കാട്ടിലെ താമസവും ഇവരുടെ കൾച്ചറും ഇവരുടെ ജീവിത രീതികളും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി പോകുന്നതും അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണോ? ഒന്ന് കമൻറ്റിൽ പറയാട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. വിടപറച്ചിലുകൾ എന്നും വളരെയധികം സങ്കടമുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഈ ഒരു കാട്ടിൽ ഞങ്ങളെല്ലാവരും ശരിക്കും ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു. ആടിയും പാടിയും ഒരുപാട് കഥകൾ പറഞ്ഞും മൊബൈൽ നെറ്റ്വർക്കും കറണ്ടും ഒന്നുമില്ലാത്ത ആ ഒരു പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയായിരുന്നു മെന്തവായിൽ ഞങ്ങളുടെ ഈ കുറച്ചു കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. ആധുനിക മനുഷ്യരുടെ കാപട്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ഇവിടുത്തെ കാടിൻ്റെ മക്കളായിട്ടുള്ള ഇവർ ഞങ്ങളെ കണ്ടിരുന്നതും അവരിൽ ഒരാളായി തന്നെയായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും കമ്പനി ഉണ്ടായിരുന്നത് കുട്ടികളോടായിരുന്നു. ഭാഷയുടെ അതിർവരമ്പുകളൊന്നും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. വളർന്നു വലുതാകുമ്പോൾ ഞാൻ നിങ്ങളെ തേടി നിങ്ങളുടെ നാട്ടിലേക്ക് വരുമെന്ന് അവന് അറിയാവുന്ന ഇംഗ്ലീഷിൽ ആപ്പീസ് നമ്മളോട് പങ്കുവച്ചിരുന്നു. ഓരോ യാത്രകളും നമുക്ക് പകർന്നു നൽകുന്നത് കാഴ്ചകളെക്കാൾ ഉപരി ദൃഢമുള്ള ബന്ധങ്ങൾ കൂടിയാണ്. ഒടുവിൽ അവരോടെല്ലാം ബൈ പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ സങ്കടത്തോടെ വീടിനൊരു സൈഡിൽ മാറി നിന്ന് ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഓക്ഷൻ്റെ ആ സങ്കടകരമായിട്ടുള്ള മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഇതാ മുമ്പോട്ടൊക്കെ നടക്കുകയാണ്. ശരിക്കും ഒരു സങ്കടം. ശരിക്കും എനിക്ക് നോർമലി ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകുന്നതാണ്. കാരണം ഇത്രയും ദിവസം ഇനിയിപ്പം ഇവരെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ എൻ്റെ ജീവിതകാലത്ത് ഇവരെ കാണുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. സോ അതൊക്കെ കൊണ്ടായിരിക്കണം ഇറങ്ങുമ്പോൾ ഒരു വിഷമമൊക്കെ. നല്ല ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമ്മളിവിടെ എത്തിച്ച ഹേരുവിനാണ് നമ്മൾ ആദ്യമേ നന്ദി പറയേണ്ടത്. കാരണം ഹേരു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റത്തില്ലായിരുന്നു. താങ്ക് യു ഹേറോ ഫോർ ദ യെസ്. अपन तेरा अपन ഹേരുവാണ് കേട്ടോ നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹേരുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാനിതാ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹേരുവിൻ്റെ വാട്സപ്പ് നമ്പറും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഹേരുവിനെ, എന്നിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു തരത്തിലുള്ള ജീവിതമൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ലക്ഷൂറിയസ് ടൂറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പരിമിതമായ സാഹചര്യങ്ങളിൽ ഇവരുടെ കൂടെ താമസിച്ച് കാട്ടിൽ ഇവരുടെ ജീവിതം നേരിട്ട് കണ്ടറിയാനുള്ളൊരവസരമാണ് ഇത്. എല്ലായിടത്തുനിന്നും കിട്ടുന്നൊരു സാധനമല്ല. ഇനിയിപ്പം കാട്ടിലൂടെ ഒരു 1.5 മണിക്കൂറോളം നീളുന്ന നടത്തമാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു തോണിയൊക്കെ വരുന്ന ആ ഒരു പുഴയുടെ അവിടേക്ക് എത്തണം. അവിടെ നിന്നും പുഴയിലൂടെ വീണ്ടും ഒരു 1 മണിക്കൂറൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലാണ് ജനവാസമൊക്കെയുള്ള കറണ്ടും നെറ്റ്വർക്കും ഒക്കെയുള്ളൊരു മേഖലയിലേക്ക് നമ്മളെത്തുക. അമ്മച്ചേ അതിനിടയ്ക്ക് പുറകിൽ ഞാൻ വീണുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നത്. നോ വറീസ്, ക്യാമറയ്ക്ക് പുറകിലല്ലേ. അപ്പോൾ അത്രയധികം കഷ്ടപ്പാടെന്നല്ല, അത്രയധികം യാത്രയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കാട്ടിനുള്ളിലെ ഗ്രാമത്തിലേക്കൊക്കെ എത്താനായിട്ട് കേട്ടോ. ഫൈനലി നമ്മൾ നടന്ന് നമ്മളുടെ തോണിയൊക്കെ അടുക്കുന്ന ആ ഒരു കടവിലേക്ക് എത്തി. ഇവിടം വരെയേ തോണി വരത്തുള്ളൂ. അതിനുശേഷം പിന്നെ കാട്ടിലേക്ക് പുഴ അങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഇവരെ പ്രധാനമായിട്ടും പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്ന ഇവരുടെ ഒരു കടവ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെയും ആളുകളെ കാണുന്നുണ്ട്. ഇവിടെ ഓരോ വീടുകളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് താമസിച്ചിട്ട് റിട്ടേൺ പോകുന്ന വിദേശികളായിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള ബോട്ട് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗു വന്നു, ഗുച്ചേ അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഗൂഗു എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരൻ ആ ലഗേജൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കെട്ടി വെക്കുകയാണ് വേണ്ടത്.
അവർ എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് പെട്ടെന്ന് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബേഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബേഗും തൂക്കി പതുക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൈ വേദനയെടുക്കും. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ പറ്റുന്നതിലും വേഗത്തിൽ നടന്ന് ഞാൻ ഇവിടത്തേക്ക് വന്നതാണ്. ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ വളരെയധികം സന്തോഷത്തോടെയും എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ നേടി എന്നൊക്കെയുള്ള ആ ഒരു ഹാപ്പിനെസ്സോടുകൂടിയാണ് കേട്ടോ ഞാൻ റിട്ടേൺ പോകുന്നത്. എന്തായാലും ഈ ഒരു കാടും ഇവിടുത്തെ ആളുകളും ഒക്കെ ഒരുപാട് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും കാട്ടിൽ സർവൈവ് ചെയ്യേണ്ട രീതികളും ഒക്കെ പഠിപ്പിച്ചു തന്നു. സോ ഹോട്ട്. കൺഗ്രാറ്റുലേഷൻസ്, ഫൈനലി യു ഗോട്ട് പോയിന്റ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഓരോ ആൾക്കാർ വീഴുന്നതനുസരിച്ച് ഓരോ പോയിന്റ് വെച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു ഗെയിം കളിച്ചുകൊണ്ടാണ് പോയത്. പോകുന്ന വഴിക്കൊന്നും മെത്തിൽടെ വീണിട്ടില്ലായിരുന്നു. വൈൽ ഗോയിങ് യു ആർ നോട്ട് ഫാൾ ഡൗൺ ബട്ട് റിട്ടേൺ വരുമ്പോൾ നല്ലൊരു വീഴ്ച വീണു. ഞാൻ വീണത് പിന്നെ ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ എന്തോരം പടഞ്ഞു വീണെന്നറിയാം. ആമോൾസോ ബൈ ബൈ. ഇത് മറ്റൊരു ഗ്രൂപ്പാണ്, 1 2 3 പേര്. അപ്പോൾ അവരിതാ അവരുടെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. സ്പെയിനിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞുകൊണ്ടല്ലോ പുള്ളി ഇതിങ്ങോട്ട് തിരിച്ചു വരും, ഇവിടുത്തെ ജീവിതമാണ് ജീവിതം, അതുകൊണ്ട് എന്തായാലും ഇവിടെ ജീവിക്കണം, ഞാൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ഓക്കെ, see you in the ferry. Yes. Music. Ram rattari gari rattaram rattari gari rattaram rattari gari rattaru. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഗൂഗു പറയും മ്യൂസിക് എന്ന് പറയേ. അപ്പോൾ അത് പാടുന്ന സമയത്ത് ഗൂഗു ഡാൻസ് കളിക്കും. അങ്ങനെ വരുന്ന വഴിക്ക് പോളിനും വീണിട്ടുണ്ട്, പോളിനും കഴുകുന്നുണ്ട്. ഫുള്ള് ഒന്ന് കുളിച്ച് സെറ്റായിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എത്തി. ഇനിയിപ്പോൾ നേരെ നമ്മളുടെ ആ ഒരു മെയിൻ ടൗൺ ഏരിയയിലേക്ക് നമ്മൾ വന്നതിനേക്കാളും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുഴയിലെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്ക സമയത്ത് ഒന്ന് ആ ഒരു മെയിൻ പുഴ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സൈഡിലൊക്കെ തട്ടുന്നുണ്ട്, അപ്പോൾ തള്ളി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കുഞ്ഞ് റിവറിൽ നിന്നും വലിയ റിവറിലേക്ക് നമ്മൾ കടന്നു. ഇനി അങ്ങോട്ടേക്ക് കുറച്ചും കൂടി സ്പീഡ് കൂടും. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ആദ്യത്തെ ദിവസം അവിടെ പോയ സമയത്ത് അവരിവിടെ ഈ ഒരു തോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അത് കാഴ്ചയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയി നിൽക്കുന്ന വീട്ടിൽ അവർ പുതിയൊരു തോണി പണിയുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന പഴയ ഒരു തോണി പോയി. അവരത് തോണി ഉണ്ടാക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അവരുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ നാട്ടിലൊരു വീട്ടിലൊരു കാറോ ബൈക്കോ ഒക്കെ വാങ്ങൂലേ, അതുപോലെ ഇവിടെയുള്ളവർ ഒരു തോണി സ്വന്തമായി ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് ഇവരിപ്പം ഇന്നത്തെ കാലത്ത് പുറത്തു നിന്ന് വാങ്ങും കേട്ടോ. അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാർ മാത്രമേ. അങ്ങനെ നമ്മളുടെ കടവിലേക്ക് ഏകദേശം അടുത്തു. ആളും ബഹളവും ടൗണും ആധുനികതയും ഒക്കെയുള്ള ഇബറൂട്ട് ഐലൻഡിൻ്റെ തലസ്ഥാന ഭാഗം ഈ ഒരു ഇവിടെയാണ്. യെസ്, ഇൻ ടു ദ വേൾഡിന് ശേഷം നമ്മൾ തിരിച്ച് ടൗണിലേക്ക്. ഇവിടേക്കുണ്ടല്ലോ ഇത് കണ്ടോ നിങ്ങൾ, നമ്മളുടെ അടക്ക എല്ലാവരും പറിച്ച് ഇത് ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നൈസ്. ഈ ഒരു ടൗൺ ഏരിയയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് ആ ഒരു വീട്ടിൽ നിന്നാണ് നമ്മളുടെ ഗംബൂട്ട് മറ്റു കാര്യങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുള്ളത്. തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ വാഴയുടെ വാഴക്കൊല കണ്ടോ നിങ്ങൾ, വാഴപ്പഴമൊക്കെ ചതുരം നോക്കി, ചതുരത്തിലുള്ള വാഴപ്പഴം. നൈസല്ലേ. നമ്മളുണ്ടല്ലോ അവിടങ്ങളിൽ നിന്നൊന്നും കാണാത്ത തരത്തിലുള്ളൊരു ഡ്രസ്സിങ് നമുക്കിവിടെ കാണാം. ഇത് മെന്തവായി ട്രൈബ്സിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ കല്യാണ ദിവസം ഉടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇങ്ങനെയുള്ളത്.
ഇവിടെ വീടിൻ്റെ ഭിത്തിയിൽ കൊറോണയായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് ഞാൻ ഹേരുവിനോട് ഈ ഒരു കൊറോണ കാലത്ത് ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് എന്ന് ചോദിച്ചത്. അപ്പോൾ ഹേരു പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾ ഈ ടൗൺ ഭാഗത്തുള്ളവർ കൊറോണ വന്നതൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ കാടിനുള്ളിൽ അവിടുത്തെ ഫാമിലികളില്ലേ, അവർ ഏകദേശം 1 വർഷത്തിന് ശേഷമാണത്രേ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെ നമ്മളെ പോർട്ട് വരെ കൊണ്ടുപോകാനുള്ള നമ്മളുടെ വണ്ടി വന്നു. പുറകിൽ പലക കൊണ്ട് കെട്ടിയടച്ച ഒരു പിക്കപ്പ് പോലത്തെ വണ്ടിയെ. ഈ ദ്വീപിലുള്ള ആളുകൾക്ക് പുറം ലോകവുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം എന്ന് പറയുന്നത് ആ ഒരു പോർട്ട് വഴിയാണ്. ചെറിയ ഷിപ്പുകൾ അവിടേക്ക് അടക്കും. ആ ഒരു ഷിപ്പുകളിൽ പുറത്തു നിന്നും അരിയും മറ്റു സാധനങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരും. ആഴ്ചയിലൊരിക്കൽ വലിയ വണ്ടികൾ കൊണ്ടുവരാൻ പാകത്തിനുള്ള ജങ്കാർ ഷിപ്പുകളും ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. വണ്ടികൾക്ക് ഓടാൻ പാകത്തിനുള്ള വലിയ ദൂരങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല കേട്ടോ. കടലിനോട് ചേർന്ന കുറച്ച് ഭാഗത്ത് മാത്രമേ കൂടുതൽ ആളുകൾ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാടുകളാണ്. ഇവരുടെ മെയിൻ ടൗൺ ഭാഗത്ത് ഇത് 4 വീലും അതുപോലെ തന്നെ സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺക്രീറ്റ് റോഡുകളാണ് ഈ ഒരു കുറച്ച് ഏരിയകളാണ് കേട്ടോ ആ ഒരു ഏരിയനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു നമ്മളുടെ ബിറ്റർനെറ്റും അതുപോലെ തന്നെ നമ്മളുടെ റബ്ബറിൻ്റെ കൃഷിയും ഇവിടെയുണ്ട്. പിന്നെ ഇവർക്ക് ഇതിന് വേണ്ട പെട്രോൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനുള്ള പെട്രോൾ പമ്പുകളുണ്ട് കേട്ടോ. പതാങ്ങിൽ നിന്നും ഷിപ്പിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് അതിനുശേഷം ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൗ മച്ച് വിൽ ബി ദ പെട്രോൾ റേറ്റ് ഹിയർ? 13,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ ഇവിടെ 1 ലിറ്റർ പെട്രോളിന് വരുന്നത്. 10,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 55 രൂപ സംതിങ് അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ നമ്മളുടെ ഇന്ത്യൻ രൂപ എത്ര വരും എന്നുള്ളത്. ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രൈമറി സ്കൂൾ കേട്ടോ. നമ്മൾ നിന്ന് ആ ഒരു കാട്ടിനുള്ളിലെ ആഫീസിൻ്റെയൊക്കെ വില്ലേജ്, അവിടെ നിന്നും കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടം വരെ വരണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആഫീസ് ഇവിടെ പഠിക്കാത്തത് കേട്ടോ, ആ സ്കൂളിലൊന്നും പോയി തുടങ്ങാത്തത്. കാരണം അവർക്കൊന്നും അതിനുള്ളൊരു ഓപ്ഷൻ തന്നെ ഇല്ല. പുതിയ വീടുകളുടെയൊക്കെ പണി ഇതാ ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മരം ഉപയോഗിച്ച് തന്നെയാണ് ഈ ടൗൺ ഏരിയയിലും ആളുകൾ വീട് പണിയുന്നത്. അതിന് കാരണം ഈ ഒരു ഐലൻഡിൽ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മരമാണ്. കൂടാതെ ഇവിടെ ഭൂമികുലുക്കങ്ങൾ വളരെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ വീട് പണിയുക. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നമ്മളുടെ ഈ മെന്തവായുടെ ഈ ഒരു ഐലൻഡ് ഭാഗങ്ങളിൽ താമസിക്കുന്നത് പ്രധാനമായിട്ടും ഈ മെന്തബായ് ട്രൈബിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല ദ്വീപുകളിൽ നിന്നുള്ള ആളുകളെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന പരിപാടിയുണ്ട്. കാരണം ഇവിടെയൊക്കെ ജനവാസം കൂടുതലായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീടുകളുടെ മുൻഭാഗവും അതുപോലെ തന്നെ പറമ്പിലെ ചെടികളും അതെല്ലാം നല്ല രീതിക്ക് വെട്ടി ഒരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിന് പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗി നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. ഇവിടുത്തെ സെമിത്തേരിയാണ് ഇത് ആ കാണുന്നത്, ഒരു പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ കുറേയധികം ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്, കാത്തലിക്സ്. അപ്പം അവരും അതുപോലെ തന്നെ ഇപ്പം മെന്തവായിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് ശവം അടക്കുന്നത്. ഇതിന് മുമ്പ് ഇവരെ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ട്രൈബൽ കാട്ടിലുള്ള ആളുകൾ ഒരു തട്ടുപോലെ ഇങ്ങനെ മരത്തിൻ്റെ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആളെയും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് അതങ്ങനെ അവിടെ നിന്ന് ജീർണിച്ച് ഇല്ലാണ്ടാവും. എന്നിട്ട് ആ എല്ല് ആയതിനു ശേഷം അതെടുത്ത് കുഴിച്ചിടും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അത് ഒരുപാട് കണ്ടാമിനേഷനും വെള്ളത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെ കൊണ്ട് ഈ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന രീതി പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെല്ലാവരും കാട്ടിൽ ഓരോ മേഖലയിൽ, ഓരോ ഫാമിലിക്ക് ഓരോ മേഖല ഉണ്ടാവും, ഓരോ മേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ചെയ്യുക. അപ്പം ലഞ്ചിൻ്റെ ടൈം, നീഡ് ടു ടേക്ക് ദ ലഗേജ്. ഓക്കെ, അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. നമ്മൾ ഇതാ ഈ കാണുന്ന ഐലൻഡിലെ ഈ കടയിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. നൈസല്ലേ, ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയ കട. ഇതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് നമ്മളുടെ കടലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ആ കടൽ അങ്ങനെ ഇറങ്ങി അപ്പുറത്തോട്ട് പോകും. കാട്ടിലെ താമസത്തിന് ശേഷം തിരിച്ചിറങ്ങിയ നമുക്ക് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെ ഹേരുവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്താ ചിക്കൻ, അതുപോലെ തന്നെ മറ്റ് ഐറ്റംസും, പിന്നെ കപ്പയുടെ ഇലയും, നമുക്ക് ഇന്തോനേഷ്യയിൽ നോർമലായിട്ട് കിട്ടുന്ന ടൈപ്പ് ഫുഡ്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഒരാൾ കൂടി നമ്മളോട് ബൈ പറഞ്ഞു പോയി. നെഹി പോർട്ടിൻ്റെ സെക്യൂരിറ്റി ഗേറ്റ് കടന്ന് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. പോവുക, ടിക്കറ്റ് എടുക്കുക, അതുമാത്രമേ പ്രധാനമായിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ മറ്റ് കസ്റ്റംസ് പരിശോധനകളൊന്നുമില്ല. ബൈ 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 മെന്തവായ്. അങ്ങനെ കാടുകളിലെ ഗ്രേറ്റ് എക്സ്പെഡിഷന് ശേഷം തിരിച്ച് നമ്മൾ ഫെറിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിനുള്ളിലൊരു വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ടിക്കറ്റ് എടുക്കാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അവിടെയാണ് നമ്മളുടെ ഷിപ്പ് വരിക.
ഇതിൻ്റെ ഉള്ളിലും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മെന്തവായിലെ ആളുകളുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് സ്പിന്നേഴ്സൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു തോണിയും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങാം. സർഫിംഗ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. മെന്തവായ ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് പടിഞ്ഞാറൻ ഭാഗം സർഫിങ്ങിന് വളരെയധികം പേര് കേട്ടതാണ്. അതൊക്കെ നോക്കി നമ്മൾ കക്കയാണ് കേട്ടോ. ഒറിജിനൽ കക്ക തന്നെയാണോ? അതെ കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇൻഡിവിജ്വലായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാട്ടിലൊന്നും പോക്ക് നടക്കില്ല കേട്ടോ. കാട്ടിൽ കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ വേണം. ഈ ഒരു ഐലൻഡിൻ്റെ ഒരു സിറ്റി വരെ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് ഫോറിൻ ആളുകൾക്ക് വൺ സൈഡ് 3.5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. പ്രധാനമായിട്ടും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയാണ് ഞാനിവിടെ കണ്ടത്. അവർക്കാണ് ഈ ഒരു കാടുകളോടും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റികളോടൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോഴത്തേക്കും ഷിപ്പ് ഇപ്പോൾ വരും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഷിപ്പ് എടുക്കുന്ന ആ ഒരു ബർത്തിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ബൈക്കുകളൊക്കെ പോകുന്ന കാണുന്നില്ലേ, ഇത് ആ മുമ്പിൽ കാണുന്ന അവിടെ ഒരു നീല ഫിഷർമാൻ ബോട്ട്സ് ഉണ്ട്. അപ്പം അതിലേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നതാണ്. അതായത് ഈ സൗത്ത് സൈഡിൽ നിന്നും ഇതിൻ്റെ ദ്വീപിൻ്റെ ഒരു 10 കിലോമീറ്റർ അപ്പുറം ഒരു നോർത്ത് സൈഡുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് തമ്മിലുള്ള കണക്ടിവിറ്റി ഇല്ല. കാരണം ഫുള്ള് ഡീപ്പ് ഫോറസ്റ്റാണ്. നമ്മൾ വന്ന പോലത്തെ ചതുപ്പ് നിലങ്ങളാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വീക്കിലി 2 ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തും. അപ്പോൾ അതിൽ കയറ്റിയിട്ടാണ് സൗത്തിലെ നോർത്തിലുള്ള വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആളുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഈ കാണുന്ന ഫെറി ഇല്ലേ, ഈ ഫെറി വെതറൊക്കെ ഓക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. അതിനും ആളുകൾ അങ്ങനെ പോകും. ഇതുപോലുള്ള പാസഞ്ചർ ഷിപ്പുകളൊക്കെ അടുക്കുന്ന സമയം ഈ ഒരു ദ്വീപിനെ സംബന്ധിച്ച് ആഘോഷ ടൈമാണ് കേട്ടോ. ഇവർക്ക് പുറലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്ന ടൈം, ബന്ധുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും അതുപോലെ തന്നെ യാത്ര പറയുന്നതും ഒക്കെ ആയിട്ടുള്ള സമയം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്പീഡ് വെസലെന്നോ പാസഞ്ചർ ഷിപ്പെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തായാലും കടലിൽ കൂടി അപ്പുറം ഇപ്പുറയും കണക്ട് ചെയ്ത് ഓടുന്ന ഒരു ഫെറി സർവീസ്. ഇന്തോനേഷ്യയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലുള്ള ജലയാനങ്ങളിൽ കയറി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റിയുള്ള വലിയ അറിവുകളൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. ബാക്കി എല്ലാവരും നല്ല ക്ഷീണത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വന്നപാടെ സീറ്റ് പിടിച്ച് ഉറങ്ങാനുള്ള പാടിലാണ്. കപ്പിത്താൻ ഇരിക്കുന്ന ആ ഒരു ക്യാബിനൊക്കെ നമുക്ക് കാണാം. ഞാൻ നേരെ ഓടി മേലത്തെ ഡെക്കിലേക്ക് വന്നു. എനിക്കുണ്ടല്ലോ ഈ ഒരു യാത്ര പറയുന്ന മൊമെൻറ്റുകളൊക്കെ കാണാനായിട്ടും അവസാനമായിട്ട് ആ ഒരു കരയുമായിട്ടുള്ള ആ ഒരു ഷിപ്പ് ബന്ധം വേർപെടുത്തുന്ന ആ ഒരു ടൈമിക്കില്ല, അതൊക്കെ കാണാനായിട്ട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ച അവസാനത്തെ ചരക്കുമായിട്ട് ഒരു അമ്മയും അതുപോലെ തന്നെ മോളുമാണെന്ന് തോന്നുന്നു. അവരവരുടെ ആ ഒരു ബൈക്കിനോട് ചേർത്ത് കെട്ടിയ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ പരമാവധി വേഗത്തിൽ കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ആളുകൾക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഡിസ്കണക്ട് ചെയ്തു. അതുപോലെ തന്നെ കപ്പൽ വലിച്ചു കെട്ടിയ ആ ഒരു വലിയ വടവും ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ അത് തമ്മിൽ മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാറ്റ് കറച്ച ഒരു ബലൂൺ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചിരുന്നു. അതൊക്കെ വെച്ചിട്ട് പതുക്കെ ഇത് കരയുമായിട്ടുള്ള ആ ഒരു ബന്ധം വിടുകയാണ്. അങ്ങനെ പതുക്കെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഉൾക്കടലിലേക്ക്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു മെന്തവായ ദ്വീപിൻ്റെ തീരങ്ങളില്ലേ, ഈ പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെന്തവായിലെ യഥാർത്ഥമായിട്ടുള്ള ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന മേഖലയാണ്. പിന്നീട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വന്നു ചേർന്നപ്പോൾ അവരിവിടെ കുടിയേറി താമസിക്കാനൊക്കെ തുടങ്ങി. ആ ഒരു സമയത്ത് മെന്തവായുടെ യഥാർത്ഥമായിട്ടുള്ള ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ പതുക്കെ പതുക്കെ കാടിനുള്ളിലേക്ക് ഉൾവലിഞ്ഞു തുടങ്ങി. അതായത് ഒരുപാട് തലമുറകൾക്ക് മുൻപേ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രധാനമായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഞാൻ ഇന്ത്യയിലും ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പുറം ലോകത്ത് നിന്ന് ആളുകൾ വരുമ്പം ശാന്തിയും സമാധാനവും ഒക്കെ ആഗ്രഹിച്ച് അവിടെയുള്ള ആളുകൾ അതിൽ നിന്നൊക്കെ വിട്ട് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോവുക. ശരിക്കും ഇല്ലേ, നമ്മളുടെ ആസാമിൽ അതുപോലെ തന്നെ ത്രിപുരയിലേക്ക് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി വന്നിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ആളുകൾ അവരുടെ കച്ചവടവും മറ്റും കാര്യങ്ങളും മാർക്കറ്റൊക്കെ പിടിച്ചടക്കിയപ്പം ഈ ശരിക്കും ത്രിപുരയിലേക്കുള്ള യഥാർത്ഥമായിട്ടുള്ള അവിടുത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു മാർക്കറ്റൊക്കെ വിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് പോകേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ ടിക്കറ്റ് ചെക്കിങ്ങിനായിട്ട് കുറച്ച് ആളുകൾ വന്നു. അവർ ടിക്കറ്റൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അങ്ങോട്ടേക്ക് പോയതുപോലെയല്ല, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ശരിക്കും ഇതിൽ സീറ്റൊക്കെ നല്ല രീതിക്ക് ഒഴിവാണ്. ഒരുപാട് സീറ്റുകൾ ബാക്കിയുണ്ട്. അങ്ങനെ ഏകദേശം 4 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ മെയിൻ തീരത്തെ കണ്ടു തുടങ്ങി. പുറത്ത് കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഷിപ്പേ ഡയറക്റ്റ് അടുപ്പിക്കുകയല്ല ചെയ്തത്, മറ്റൊരു ഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് നോക്കി വെച്ചില്ലെങ്കിൽ ശരിക്കും ഈ ഒരു ഷിപ്പ് സർവീസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മഴയ്ക്കൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ സർവീസ് ഉണ്ടാവുക. നമ്മൾ പോയ സമയത്ത് എന്തുകൊണ്ടോ സൈക്ലോണും മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ
അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിലേ ഒന്നും ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റി. അതൊക്കെ വളരെ വിരളമായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ വന്നവരുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇറക്കി അതിനുശേഷം ഉണ്ടല്ലോ പുറത്ത് നമ്മളെ കാത്ത് മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോട്ടലിൽ വിടാനായിട്ടുള്ളത്. പിന്നെ ഹേരു നമ്മളോട് ഇവിടെ നിന്നും വിട പറയുകയാണ് എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച് ദ എക്സ്പീരിയൻസ്. If you will be in Padang, I will be around too. Okay, I will be here only. Bye bye. See you. See you. See you in Padang. Yeah, yes. Sate. Padang. I want to have that. ഓരോ ഹോട്ടലിലേക്കും നമ്മളെ എത്തിക്കാനുള്ള ചുമതല ഈ ഒരു ഡ്രൈവർ ചേട്ടനെയാണ് ഹേരു ഏൽപ്പിച്ചത്. മഴ പെയ്ത് കുതിർന്ന പതാങ്ങിൻ്റെ വഴികളിലൂടെ ഓടി ആദ്യമായിട്ട് നമ്മളുടെ മെത്തിൽഡ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് എത്തിച്ചേർന്നത്. മെത്തിൽഡ അങ്ങനെ നമ്മളോട് ബൈ പറഞ്ഞു പോവുകയാണ്. അറിഞ്ഞുകൂടാ വീണ്ടും നമ്മൾ ഇനി കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നുള്ളത്. വീണ്ടും മുമ്പോട്ടേക്കാണ്. ഞാൻ ഇത്തവണ താമസിക്കുന്നത് മലനിരകൾക്ക് മുകളിലുള്ള ഒരു ഹോട്ടലിലേക്കാണ്. അവിടേക്കാണ് അടുത്തതായിട്ട് വണ്ടി വിടുന്നത്. റോഡ് സൈഡിലെല്ലാം നല്ല രീതിയിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വളരെ സുന്ദരമാക്കിയിട്ടുണ്ട്. താങ്ക് യു മാർട്ടിൻ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. എവർഗ്രീൻ എന്ന് പറയുന്നൊരു ലോഡ്ജ് ഹേരുവാണ് ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് നോക്കുന്നതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. എന്തായാലും മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ഡോർമെറ്ററികൾ അവൈലബിൾ ആണ്. നമ്മളെപ്പോലുള്ള ബാക്ക് പാക്കിംഗ് ടൂറിസ്റ്റുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇതുപോലുള്ള ഡോർമെറ്ററികൾ. ഞാൻ റൂമിൽ വന്ന് എൻ്റെ ബാഗെല്ലാം ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും നിൽക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, ചെറുതല്ല കുറച്ച് വലിയ രീതിയിലാണ്. അത്യാവശ്യം ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. എനിക്കിവിടെ നന്നായിട്ട് ഇവർ കുട തന്നിട്ടുണ്ട്. എന്തായാലും വന്നിട്ട് വെറുതെ റൂമിൽ ചടഞ്ഞിരിക്കണ്ട, ഒന്ന് പുറത്ത് പോകാം. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. വന്നിട്ടൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെയാണ് സ്റ്റെപ്പ്. ഈ ഒരു ലോഡ്ജ് എന്ന് പറയുന്നത് എവർഗ്രീൻ എന്ന് പറയുന്ന ലോഡ്ജാണ്. അത് ശരിക്കും പതാങ്ങിൻ്റെ ഈ ഒരു മലയുടെ മേലെയാണ്. കടൽ വന്നിട്ട് അപ്പുറം ആ ലൈറ്റ് പൊങ്ങി വരുന്നില്ല, ആ ഒരു സ്ഥലത്താണ്. രാവിലെ എണീക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ രാത്രി എന്താണ് ഇതിൻ്റെ സൈഡ് ഭാഗം എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഇവിടെയൊക്കെ ഉള്ളതെല്ലാം നേരത്തെ തന്നെ അടച്ചു. എനിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണം. ലൈറ്റായിട്ടല്ല, ശരിക്കും ഡിന്നറാണ് കഴിക്കേണ്ടത്. അത് ലൈറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചധികം മുമ്പോട്ടേക്ക് നടന്നപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം കടകളും ആളും ബഹളവും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വന്ന ഒരു ബ്രിഡ്ജും ആ ഒരു ലൈറ്റപ്പൊക്കെ ചെയ്ത് അതുകൊണ്ട് അപ്പം ഈ ബ്രിഡ്ജിന് താഴെയുള്ള ഭാഗത്താണ് ശരിക്കും ആൾതാമസമുള്ള ആളും ബഹളമൊക്കെ ഉള്ള ഏരിയ. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയധികം ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലായിരുന്നോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ റൂമിലേക്ക് ഒറ്റയ്ക്ക് വന്നപ്പോഴത്തേക്കും എന്തോ ഒരു ഫീലിങ്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചേ. എന്തായാലും ആ നടന്ന് എന്തുകൊണ്ടും നന്നായി. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള സാത്തേ പതാങ് അത് നല്ല ഈ ഒരു തണുപ്പത്ത് ആ ഒരു തട്ടുകടയിൽ അടിപൊളിയായിട്ട് വെന്ത് അതിൻ്റെ ഒരു മണമല്ല ഇങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒരു സാത്തേ പതാങ് ഓർഡർ പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ അത് കഴിച്ച് തീർത്തു. കഴിഞ്ഞ 2 ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ മഴ ഉണ്ടാവാറുണ്ട് അത്രേ. ഞാൻ പിന്നെ കുറച്ച് ബ്രെഡും നൂഡിൽസും ഒക്കെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങി. ഏതായാലും നാളെ രാവിലെ എണീറ്റിട്ട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ. നേരെ തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് നടക്കുകയാണ്. പുഴയിലുണ്ടല്ലോ മഴ പെയ്ത് പതുക്കെ വെള്ളം കലങ്ങുന്ന കാഴ്ചയൊക്കെ തിരിച്ചുള്ള നടത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. പിറ്റേ ദിവസം അതിരാവിലെ പക്ഷേങ്കിൽ വലിയ മൂടലൊന്നും ഇല്ലാത്ത തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. പക്ഷേ പതാങ്ങിൻ്റെ മലനിരകൾ മേഘം കൊണ്ട് മൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ താമസിച്ചത് ഈ കാണുന്ന പുഴയുടെ മുകളിലുള്ള ഒരു മലയുടെ മേലെയാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ടൗണും അവിടെ ഒരു ചൈനീസ് ടെമ്പിളൊക്കെ നമുക്ക് കാണാം. ഈ കുത്തനെ കാണുന്ന പടികൾ കയറിയാണ് മലമുകളിലുള്ള ഈ ഒരു ലോഡ്ജിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഉച്ചയായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് അങ്ങ് ടൗണിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് നടന്നു നോക്കാം. ചില സാധനങ്ങൾ വാങ്ങാനുണ്ട് നമുക്ക്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലോഡ്ജിനോട് ചേർന്ന് തന്നെ കണ്ടെങ്കിൽ അവിടെ വീടുണ്ട്. ആ വീട്ടിലേക്ക് അവർ വണ്ടി കൊണ്ടുവന്നേക്കുന്ന കണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ടുവന്നത് ഈ ഒരു മലയുടെ മേലെ ഇങ്ങനെ കുത്തനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു നടപ്പാതയെ അവിടെയാണ്. ശരിക്കും നമുക്ക് നടന്നിറങ്ങാൻ തന്നെ ഭയങ്കര പാടാണ്, തെന്നിപ്പോവും. എൻ്റെ പൊന്നെ, അതിലേ ഇവർ വണ്ടി എടുത്ത് കയറ്റി കൊണ്ടുവരിക. അത്രയ്ക്ക് സാഹസികമായിട്ടുള്ള രീതിയിൽ ഇവർ റൈഡ് ചെയ്യും. ശരിക്കും ഇതുപോലെ കുത്തനെ ഇങ്ങനെ വണ്ടി കൊണ്ടുവരുന്ന പാതകളുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഇന്തോനേഷ്യയിൽ. നമ്മൾ ശരിക്കും പല റീൽസിലും അങ്ങനെ കുത്തനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന ആളിങ്ങനെ വളച്ച് ചെറിയ വഴി കൂടി കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസുകളുണ്ട്. അങ്ങനെയുള്ള ഗ്രാമത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൗണിലേക്ക് പോയിട്ടേ പകൽ വെളിച്ചത്തിൽ നമ്മളുടെ ആ ഒരു ഇന്നലെ രാത്രിയിൽ വന്നിറങ്ങിയ ആ റോഡ്
പുഴയിലെ വെള്ളം താന്നു കേട്ടോ. ഇന്നലത്തേക്കാളും നല്ല കുറവുണ്ടല്ലോ. മഴയ്ക്ക് ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തിട്ടില്ല, അതിൻ്റെയാണ്. എന്തിനാണ് ടൗണിൽ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ അരയിൽ കെട്ടിക്കൊണ്ടിരുന്ന ഒരു പേഴ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ സൈഡിൽ കെട്ടുന്നത്. അത് മെയിനായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം ആണ് യൂസ് ചെയ്തത്, ക്യാഷൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അത് നമ്മളുടെ അവിടുത്തെ ഷമാൻ്റെ മൂത്ത മോന് ഞാൻ കൊടുത്തു. കാരണം പുള്ളീൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല. അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ പുള്ളിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്തു. കാരണം പുള്ളിക്കാരനൊന്നും ഇനി ടൗണിലോട്ടൊന്നും അതൊന്നും വാങ്ങുമൊന്നുമില്ല. കാരണം അവർ ടൗണിലെത്തണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എത്ര ദൂരം വേണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സാധനം വാങ്ങാം. ഈ ഒരു പുഴയ്ക്ക് പുറകെയുള്ള ഈ ഒരു തൂക്കുപാലം നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, വണ്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുവഴി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടൗണിലേക്കുള്ളൊരു ഷോട്ട് എത്തും എന്നുള്ളത്. നമ്മളുടെ ലോഡ്ജ് ആ കാണുന്ന ആ കൊടി പറക്കുന്നത് കണ്ടത്, അതാണ് നമ്മളുടെ ലോഡ്ജ്. അപ്പോൾ അവിടെ നിന്നുള്ള പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ. തൊട്ടപ്പുറയായിട്ട് ആ കാണുന്നത് വണ്ടികൾക്കൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു തൂക്കുപാലമുണ്ട്. ഇത് ഇരുമ്പും അതുപോലെ തന്നെ പലകയും കൊണ്ടുണ്ടാക്കിയതാണ്. ഇവിടെ ഈ ഒരു പുഴയുടെ സൈഡിലും ചെറിയ ഹോട്ടൽസൊക്കെ കാണാം. അവിടെ മീനൊക്കെയാണ് കേട്ടോ അതങ്ങനെ ചുട്ടെടുക്കുന്നത്. അവിടെ ഇരുന്ന ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കടലിലേക്കും ചെറിയ ഐലൻഡിലേക്കൊക്കെ പോകുന്ന ചെറിയ തോണികളും, തൊട്ടിപ്പുറയായിട്ട് മീൻപിടുത്ത ബോട്ടുകളൊക്കെ അവിടെ ഇട്ടേക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് തന്നെയാണ് കേട്ടോ ഹാർബർ ഏരിയ. ചെറിയൊരു ഹാർബർ ഏരിയയാണ് ഹാർബർ ഏരിയ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. യെസ്, പതാങ് എയർപോർട്ട് ഇവിടെയാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ എയർപോർട്ടിലോട്ട് വരുന്ന ഏതൊരു വിമാനത്തിൻ്റെ സൗണ്ടാണ്. അത് കയറി നേരെ പാലം വഴി നേരെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ചുവരിൽ കുറേയധികം കളർഫുൾ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നത് കാണാം. അതുകൂടാതെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബാറാണ് കേട്ടോ, ഡാൻസ് ബാർ. അതും എന്നോട് ആ ഒരു ലോഡ്ജിലുള്ള പുള്ളിക്കാരൻ പറഞ്ഞ് രാത്രിയാകുമ്പോൾ ഇവിടെ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ പോവാം എന്നൊക്കെ. നമുക്ക് പാർട്ടിക്കുള്ള പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് യാത്രയാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് കൊണ്ടും അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല. നേരെ ഒരു ക്രോസ് റോഡിലേക്കാണ് എത്തുന്നത്. പഴയ കുറേയധികം അടച്ചു പൂട്ടിയ പോലത്തെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇവിടുന്ന് ഈ റോഡ് നേരെ മെയിൻ റോഡിലോട്ട് പോകും. അതുകൂടാതെ ഇങ്ങനെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും എന്നുള്ളത് അറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം എവിടെ എത്തും ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. ഇവിടെ ഈ നടക്കുന്ന വഴിയിൽ നമുക്കിതാ ഒരു ചൈനീസ് ടെമ്പിൾ കാണാം കേട്ടോ. നല്ല കളർഫുൾ. ഈ ഒരു ടൗണിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. കണ്ടില്ലേ നിങ്ങൾ, വ്യാളിയും അവരുടെ ഒരു പഴയ എന്തൊക്കെയോ രൂപങ്ങളൊക്കെ ഉള്ള ഇവിടെയുള്ള ചൈനീസ് വംശജരായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയേക്കുന്ന ഒരു ടെമ്പിൾ ആയിരിക്കണം ഇത്. ആ ഒരു ചൈനീസ് കവാടങ്ങളൊക്കെ ഉള്ള ടൈപ്പ് മറ്റു ബിൽഡിങ്ങുകളും ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചൈനീസ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൂടാതെ പതാങ്ങിലൊരു ചൈന ടൗൺ തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാ ഒരു മൊബൈലല്ല പവർ ബാങ്ക് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയില്ലായിരുന്നു, അത് ആ ഒരു ചൈന ടൗണിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളുണ്ട്, നല്ല അടിപൊളി കാവൽ. ഇവിടുത്തെ ഒരു ചെറിയ ഇടവഴി ഇതുണ്ടോ, അതങ്ങനെ നേരെ പോകുന്നത് പഴയ ഏതൊക്കെയോ വീടുകളും ബിൽഡിങ്ങുകളും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മേഖലയിലേക്കാണ് കേട്ടോ. ഇത് മറ്റൊരു ബിൽഡിങ്ങിൻ്റെ കവാടമാണ്. നല്ല പച്ച കളറ് പെയിൻ്റൊക്കെ അടിച്ച് മരം കൊണ്ടുള്ള കൊത്തുപണികളൊക്കെയുള്ള വ്യാളി ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല, വ്യാളിയില്ല. അങ്ങനെയുള്ളത് എന്താണിത്? റെസ്റ്റോറൻ്റ് ആണ് എന്ന് തോന്നുന്നു കേട്ടോ. പതാങ്ങിൻ്റെ മെയിൻ ടൗൺ ഏരിയ ബാങ്ക് ഓഫ് മെസ്റ്റിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം. എന്തായാലും എനിക്ക് വേണ്ട ബാഗ് കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. നടന്നു നോക്കാമല്ലോ നമുക്ക്. നടന്ന് ഞാൻ രസമുള്ള ഒരു ജംഗ്ഷനിലേക്ക് വന്നെത്തി എന്നല്ലാതെ ബാഗിൻ്റെ ഒന്നും ഒരു ഷോപ്പ് പോലും ഞാനിവിടെ കണ്ടില്ല കേട്ടോ. യെസ്, അവിടെ കുറച്ചധികം ബാഗുകൾ തൂക്കിയിട്ടേക്കുന്നതാണ്. അവിടെ പോയി നോക്കാം അല്ലേ. കറക്റ്റ് ലൊക്കേഷനിലേക്കാണ് ഞാൻ വന്നത്. ഇവിടെ വേറെയും ബാഗിൻ്റെ ഷോപ്പുകൾ കാണാനുണ്ട്. സാധനം കിട്ടി കേട്ടോ, 250 രൂപ ചെറിയ ഒരെണ്ണം. ഇതിൻ്റെ അകത്ത് എനിക്ക് പാസ്പോർട്ടും പ്രധാനമായിട്ടും ക്യാഷും പിന്നെ നമ്മളുടെ മൈക്കും അതിൻ്റെ സെറ്റപ്പും വെക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളും തോന്നുന്നു. വാങ്ങിയത് കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയമുണ്ട്. നമ്മളെ നേരെ വന്നെത്തിയത് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് നമ്മളിവിടെ വന്നിറങ്ങിയപ്പം ഒരു പള്ളി കണ്ടിട്ടില്ലായിരുന്നു, പച്ച കളറുള്ള. വൈകുന്നേരമായപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ഒരു മിനാരത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പള്ളിയുടെ മുമ്പിലേക്കാണ്. ഇവിടെ നിന്നുണ്ടല്ല വീണ്ടും ജംഗ്ഷൻ്റെ മുമ്പോട്ടേക്ക് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഒരു ഷോപ്പിൻ്റെ പേര് നോക്കി ഞങ്ങൾ, മലബാർ അഹാം. മലബാർ തന്നെയല്ലേ? അതെ,
നടന്നതിന് മുൻപിലേക്ക് എത്തിയപ്പോഴാണ് ഹോട്ടൽ പിന്നീട് തുറക്കൂ എന്നറിഞ്ഞത്. 5 മണിക്ക് ശേഷമേ ഹോട്ടൽ തുറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നമ്മളുടെ ഹോട്ടലിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും കണ്ട ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ആകാശം മൂടി കെട്ടി നിൽപ്പുണ്ട്. വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുന്നില്ല, ഒരു ബൈക്ക് വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ബ്രിഡ്ജിൻ്റെ മേലെ എത്തി അതിലെയാണ് വരുന്നതെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. എത്തിയാൽ മതിയായിരുന്നു. ഹോട്ടലിൻ്റെ പേര് മലബാർ എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകം, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അവിടേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പേരിലാണ് മലബാർ ഉള്ളത്. മലബാറിൻ്റെ വിഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. മെനുവിൽ ബിരിയാണി ഉണ്ടെങ്കിലും പക്ഷേ അതിവിടെ സെർവ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ പൊറോട്ട പോലെയുള്ളൊരു സാധനമുണ്ട്, പക്ഷേ അതിന് പൊറോട്ടയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഓണർ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ വാങ്ങി, കൂടാതെ ചോറും ഇവിടുത്തെ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ചായയൊക്കെ വാങ്ങിയേ. പുള്ളിക്ക് എന്തായാലും മെസ്സേജ് അയച്ച് നോക്കാം എന്തെങ്കിലും റിപ്ലൈ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് വന്ന് ഞാനുണ്ടല്ലോ, ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ടൈമല്ല കേട്ടോ. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? വീണ്ടും നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് അടുത്ത യാത്രക്കായിട്ട് പോവുകയാണ്. നമ്മളെ കാത്ത് ഈ ഒരു വാന് കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. See you next time. യാത്രകൾ അങ്ങനെയല്ലേ, വിശ്രമമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കണം. പുതിയ കാഴ്ചകൾ തേടി, പുതിയ ആളുകളെ തേടി, പുതിയ സംസ്കാരങ്ങൾ തേടി. ഇനി എങ്ങോട്ടേക്കായിരിക്കും നമ്മളുടെ യാത്ര എന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം വീണ്ടും കാണാം. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.